ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വൈറൽ ചാർക്കോൾ മാസ്ക് ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ചിരട്ട എടുക്കണം, നല്ല വൃത്തിയാക്കിയിട്ട് വെക്കുക. ഇനി ഇതിനെ നന്നായിട്ട് കത്തിക്കണം. ഞാൻ ഗ്യാസിൽ വെച്ചിട്ടാണ് കത്തിക്കുന്നത്, കാരണം അടുപ്പ് മഴയായതുകൊണ്ട് അടുപ്പ് കത്തിക്കാനുള്ള സൗകര്യമില്ല. അതുകൊണ്ടാണ് അടുപ്പിൽ കത്തിക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇതുപോലെ കത്തിക്കുക, പെട്ടെന്ന് തന്നെ കത്തിപ്പിടിക്കും. നല്ല ഉണങ്ങിയ ചിരട്ടയായാൽ മതി. ചിരട്ട നന്നായിട്ട് കത്തിയിട്ടുണ്ട്. ഇനി ഇതുപോലെ വേറൊരു പാത്രത്തിലോ ആവശ്യമില്ലാത്ത ചട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് കത്തിക്കാം. ഞങ്ങൾ വേറൊരു ചിരട്ടയാണ് വെച്ചത്. മറ്റേ ചിരട്ട കത്താതെ ശ്രദ്ധിക്കണം. ഇതുപോലെ തന്നെ പിടിച്ചു കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ കത്തിക്കഴിയും. അങ്ങനെ ചിരട്ട നന്നായിട്ട് കത്തിയിട്ടുണ്ട്. ഇനി ഈ ചിരട്ട കണൽ നന്നായിട്ട് തണിയണം. ചിരട്ടക്കണൽ നന്നായിട്ട് തണിഞ്ഞിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സി എടുക്കുന്നുണ്ട്. അമ്മിയിൽ പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ മിക്സിയിലോ പൊടിച്ചെടുക്കാം. ഈ കത്താത്ത ഈ ചിരട്ട ഞാൻ പൊടിക്കുന്നില്ല കേട്ടോ. കരി നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണം, എന്നാലേ ഒരു സ്മൂത്ത്നെസ് ഉണ്ടാവുള്ളൂ മുഖത്ത് പുരട്ടാൻ. ഇനി ഇതുപോലത്തെ ഒരു സ്പൂൺ എടുക്കുക. 1 ടേബിൾ സ്പൂൺ എന്ന കണക്കിൽ ബാക്കിയുള്ളവ ഇതിലേക്ക് ചേർക്കാം. ആദ്യം ഞാൻ 1 ടേബിൾ സ്പൂൺ തേനാണ് ചേർക്കുന്നത്. തേന് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്, നല്ലോണം ഗ്ലോ തരാനും അതുപോലെ തന്നെ മുഖക്കുരു ഒക്കെ ഉണ്ടെങ്കിൽ കുറയ്ക്കാനും നല്ലോണം സഹായിക്കും. അപ്പം തേൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് അതേ സ്പൂണിൽ തന്നെ തൈരാണ് ചേർക്കുന്നത്. തൈര് നമ്മുടെ മുഖത്തുള്ള ടാന് കുറയ്ക്കാൻ നന്നായിട്ട് സഹായിക്കും. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് തൈര് കൊണ്ട് ജസ്റ്റ് മുഖം കഴുകിയാൽ നല്ലൊരു കരിവാളിപ്പ് പെട്ടെന്ന് തന്നെ പോകും. അപ്പോൾ തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് 1 ടേബിൾ സ്പൂണ് കടലപ്പൊടി ചേർക്കുക. കടലപ്പൊടി എന്തുകൊണ്ട് നമ്മുടെ ഫേസിന് നല്ലതാണ്. സോപ്പിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് കടലപ്പൊടി. ഞാൻ മുഖത്ത് സോപ്പോ ഫേസ് വാഷോ ഒന്നും ഉപയോഗിക്കാറില്ല. കടലപ്പൊടി അല്ലെങ്കിൽ ചെറുപയർ പൊടിയാണ് ഉപയോഗിക്കാറ്. 1 മാസം ഉപയോഗിച്ച് നോക്കിയാൽ തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് മനസ്സിലാവും. സ്കിന്ന് നന്നായിട്ട് ഗ്ലോയും വരും, അതേപോലെ തന്നെ നല്ല സ്മൂത്തും ആയിരിക്കും. ഇനി കടലപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിക്കുക. നല്ലൊരു പേസ്റ്റ് ടെക്സ്ചറിൽ വേണം കിട്ടാൻ. ഞാൻ ഡിഫറൻസ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഫേസിൻ്റെ പകുതി ഭാഗമാണ് ഇത് പുരട്ടുന്നത്. കയ്യിൽ നല്ല ടാൻ ഉള്ളത് കൊണ്ട് ഞാൻ കൈക്കും 2 കൈയിലും പുരട്ടി കൊടുക്കുന്നുണ്ട്.
ഇനി 20 മിനിറ്റ് ഇതുപോലെ വെക്കണം. അതിനുശേഷം റിസൾട്ട് നോക്കാം നമുക്ക്. 20 മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് വാഷ് ചെയ്തെടുക്കാം. നല്ലോണം ടാന് പോകുന്നുണ്ട്. കളറെന്ന് പറഞ്ഞാൽ ടാന് പോകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒറിജിനൽ കളറ് പുറത്തേക്ക് വരുമല്ലോ. അപ്പോൾ നല്ലൊരു കളർ ചേഞ്ച്, നല്ലൊരു ഇത് വരുന്നുണ്ട്. ഇതുമായിട്ട് കുറച്ചും കൂടെ ഒന്ന് ഫെയ്ഡാണ്, ഇത് കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഞാനൊന്ന് ഫേസ് മൊത്തമായിട്ട് കഴുകിയിട്ട് വരാം. അപ്പോൾ നമുക്ക് ഞാൻ വ്യത്യാസം കാണാം. നിങ്ങൾക്ക് എത്രമാത്രം ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും എനിക്കറിയില്ല. പക്ഷേ ഈ ഭാഗം നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് ഈ ഭാഗത്തിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നേരിട്ട് കാണാൻ നല്ല ചേഞ്ച് ഉണ്ട്. ഭയങ്കരമായിട്ട് വെളുക്കാന്നല്ല, ടാന് നന്നായിട്ട് റിമൂവ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഡീടാനൊക്കെ ചെയ്യുന്നതിനേക്കാളും എത്രയോ നല്ലതാണ്. കെമിക്കലൊന്നുമില്ല, നാച്ചുറലായിട്ടാണ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണ്, അല്ലെങ്കിൽ ഒരു ഹാക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്